ഹായ് ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കണത്. അപ്പോൾ അതാ കുഞ്ഞാറ്റ അച്ഛൻ്റെ തോള് കയറിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവിനെ അതാ പുറപ്പെടുവിച്ചിട്ട് ഞങ്ങളത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എവിടേക്കാന്നല്ലേ, ഞങ്ങളപ്പോൾ നിന്ന് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെ ഡാമിൽ തന്നെ കേട്ടോ. അപ്പോൾ ഗാർഡനിൽ വെച്ചിട്ട് വാടികാസ്മിതം പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ 4-5 ദിവസമായിട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അനിയത്തി പോയപ്പോൾ പറഞ്ഞു നാളെ നിങ്ങൾ വരുന്നുണ്ടോ, അപ്പോൾ നാളെ ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെക്കേഷൻ കഴിഞ്ഞ് പോയിട്ട് പിന്നെ വിളിക്കുന്നല്ലാതെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും തിരിച്ചു പോയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നല്ല ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാലും പോരാട്ടോ, ക്യൂവിൻ്റെ വാലും തലേന്നും കാണാനേ ഇല്ല കേട്ടോ, അത്രയും തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റ് ഞങ്ങൾ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ക്യൂവിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവ് പോയിട്ട് നേരത്തെ കിട്ടിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഫ്രണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പോയിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതും ടൈം ഔട്ടായി, 7 മണിക്ക് പ്രോഗ്രാം തുടങ്ങേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഇനി ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജനങ്ങളെല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് തള്ളിക്കയറിയിട്ടോ. ആ തള്ളിക്കയറുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളും കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ തിരക്കിൽ പെട്ടിട്ട് കുട്ടികളൊക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ടോ. കാരണം അവർ ഗേറ്റിൻ്റെ ഒരു സൈഡാണ് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആകെ ബഹളമൊക്കെ ആയിട്ടോ. ഞങ്ങൾ പേടിച്ച് വിറച്ചു. കുട്ടികൾ ഈശ്വര കുഞ്ഞു പിള്ളേരെല്ലാം ഇറങ്ങുമ്പോൾ അവർ പേടിച്ചിട്ടേ അങ്ങനെ ഇതാ ഞങ്ങളിതാ അങ്ങനെ ഗേറ്റൊക്കെ കടന്നതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റേജിൻ്റെ അടുത്തേക്ക്. ധോനി ബേബി പാട്ട് കേട്ടപ്പോഴത്തേന് തന്നെ അമ്മയുടെ ഒക്കെ തീർന്നിട്ട് തന്നെ അങ്ങനെ ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാറ്റിക് ഡാൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് പരിപാടി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നപ്പോഴത്തേന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുഞ്ഞാറ്റ. അപ്പം ഞാനും ചെറിയ അനിയത്തിയും അതേപോലെ അവളുടെ മോള് ഹസ്ബൻഡ് രാജേഷേട്ടൻ വന്നില്ല കേട്ടോ. രാജേഷേട്ടൻ ഞങ്ങളവിടെ കൊണ്ടുപോയി വിട്ടിട്ട് രാജേഷേട്ടൻ അങ്ങനെ ഓട്ടമുണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടപ്പോഴത്തേന് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു. അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കണ്ടു. ധോനി ബേബി ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ തിരിച്ച് ഞങ്ങൾ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ട് ഇവരവിടെ ബഹളം വെച്ചിട്ട് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാട്ടോ ഞങ്ങൾ പോയത്. അതുകൊണ്ട് പിന്നെ ഇവർ വിശന്നിട്ടും നല്ല കരയിന്. ഇവർക്ക് കുറേ ആളുകളെയൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് 2 പേർക്കും അതെ നിലത്ത് ഇറങ്ങിയിട്ട് അവർക്ക് പോകണം. അതോ എന്തോ ഒരു തിരക്കാന്നറിയോ. എല്ലാവരും പറയും ഇത്രയും ദിവസം പരിപാടി ഉണ്ടായിട്ട് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങളിതാ ഗേറ്റിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ ഗേറ്റിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ കണ്ടതും കുട്ടീനെ വേഗം എടുത്തു ഏട്ടന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ നേരെ പോകുന്നത് തച്ചമ്പാറ വഴിയായിട്ട് പോകുന്നത്. നല്ല തണുപ്പുമല്ലേ. അപ്പോൾ ഞങ്ങൾ ഓരോ കാലിച്ചായയും കുടിച്ച് നല്ല ഉള്ളിവടയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കട്ട്ലൈറ്റൊക്കെ. അങ്ങനെ അതിന് ഓരോ ഉള്ളിവട ഓർഡർ ചെയ്ത് ഞങ്ങളങ്ങനെ 4 പേരും ചായയും കുടിച്ച്. ഏട്ടൻ എണ്ണ അടിക്കാൻ പോയിരിക്കുക. ഏട്ടന് ചായ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് കുഞ്ഞാറ്റയുടെ ഒരു